യെസ്, വണ്ടി പകൽ ഇപ്പോഴാണ് ഒന്ന് കാണുന്നത്. നമ്മളിതുവരെ വണ്ടി കാണിച്ചില്ല. വണ്ടി ഒന്നും ഓടി തുടങ്ങിയില്ല, വണ്ടി ഓടണം. ഇപ്പം നോമ്പൊക്കെ ആയതുകൊണ്ട് പതുക്കെയൊക്കെ ഓടാമെന്നൊക്കെ മുതലാളി പറഞ്ഞു. അപ്പം പിന്നെ നമുക്ക് സഹായിക്ക് പറയാനല്ലേ കേൾക്കാനല്ലേ നിവൃത്തിയുള്ളൂ. അവിടെ ഉണ്ട്, അവിടെ കാളെ കിട്ടിക്കൊണ്ടിരിക്കുക. നമുക്ക് ലാസ്റ്റ് ഉത്സവമാണ്, എൻ്റെ പരിപാടി നടന്നുകൊണ്ടിരിക്കുക. നമ്മളിപ്പം ബാക്കിൽ ആ ഡമ്മിയുടെ വീല് മാറിയിട്ടുണ്ട്, ആ ടയർ മാറിയിട്ടുണ്ട്. ഈ രണ്ടെണ്ണം അല്ലടാ മാറിയത്? ഇതിപ്പം മാറിയതല്ല, ഇതിനകത്ത് തന്നെ റീസോൾവ് ചെയ്ത് വെച്ച് കയറ്റിയതാണ്. പഴയ ടയറിനകത്ത് തന്നെ റീസോൾവ് ചെയ്ത് കയറ്റിയതാണ് ഈ രണ്ടെണ്ണം. പിന്നെ ഇടയ്ക്ക് അപ്പുറത്തിനകത്ത് ഇതിനകത്ത് ഒരു ഇത് കയറിയിട്ടുണ്ടായിരുന്നല്ലോ, ഒരു സ്ക്രൂ കയറിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് പഞ്ചറായിട്ടില്ല, അത് ജസ്റ്റ് ഒന്ന് ചുമ്മാ ഒന്ന് പകുതി വരെ, ചെറിയ സ്ക്രൂ ആയിരുന്നു, അത് പകുതി വരെ കയറിയിട്ടുള്ളായിരുന്നു. അതങ്ങ് ഊരിക്കളഞ്ഞു. അത് പഞ്ചറാവുമെന്നായിരുന്നു ഞങ്ങൾ വിചാരിച്ചത്. പിന്നെ ഇതിൻ്റെ അകത്ത് ഞങ്ങൾ അന്ന് അവിടെ നിന്ന് വരാൻ നേരത്ത് ടാർപ്പ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഒന്ന് മഴയൊക്കെ മാറിയിട്ട് ഒന്ന് മടക്കി ഇടാമെന്ന് പറഞ്ഞായിരുന്നു. ഇന്ന് നനഞ്ഞില്ല. അയ്യോ, ഇനി ഇത് വെയിൽ വന്നില്ല. പക്ഷേ ഇത്രയും നാളും വെയിലുണ്ടായിരുന്നേ. ഞങ്ങൾ ഇന്ന് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു, ഇന്ന് മഴയും പെയ്തു. അതെന്ത് നാശമെന്ന് പറഞ്ഞത്. ഇനിയിപ്പോൾ സാരമില്ല, ഇനിയിപ്പോൾ നാളെ വല്ലതും വെയിൽ വരുമെന്ന് പ്രതീക്ഷിക്കാം. പക്ഷെ കണ്ടിട്ട് അങ്ങോട്ട് ഇനി മഴയാണെന്ന് തോന്നുന്നു. മുട്ട മഴ, നല്ല മഴക്കോൾ. ഇന്ന് രാവിലെയൊക്കെ നല്ല മഴയായിരുന്നു. അവിടെ ഉത്സവത്തിന് കാള കിട്ടുന്ന പരിപാടിയിൽ കണ്ടവർ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം മഴയും പെയ്യുന്നുണ്ട്. നമ്മുടെ കച്ചിയൊക്കെ ഏകദേശം നനഞ്ഞു. നല്ല മഴക്കോള്, പക്ഷെ നല്ല ക്ലൈമറ്റാണ്, നല്ല അടിപൊളി ക്ലൈമറ്റാണ്. നല്ല രസമുണ്ട് കാണാൻ. ഈ മാപ്പ്, പിന്നെ ഇത് ഞങ്ങൾ കറക്റ്റ് ഇന്ത്യയുടെ മാപ്പല്ല, ഇങ്ങനെയല്ല ഇന്ത്യ ഇരിക്കുന്നത് എന്നൊന്നും അങ്ങനെയല്ല കേട്ടോ. ഞങ്ങൾ കറക്റ്റ് ഇന്ത്യയുടെ മാപ്പല്ല വരച്ചിരിക്കുന്നത്. ഞങ്ങൾ ഇന്ത്യയിൽ ഏകദേശം പോകാനായിട്ട് പ്ലാൻ ചെയ്തിരിക്കുന്ന റൂട്ടായത്. അപ്പോൾ ഇതിൽ മെയിനായിട്ടാണ് ഞങ്ങൾക്ക് ഈ വെസ്റ്റ് ബംഗാൾ, നേപ്പാളൊക്കെയാണ് ഞങ്ങളുടെ മെയിൻ ടാർഗറ്റ്. അപ്പം ഈ കശ്മീർ വരെ, അതായത് ഇന്ത്യയിൽ മെയിനായിട്ട് ഞങ്ങൾ നോക്കിയിരിക്കുന്നത് കശ്മീർ വരെയാണ് മെയിൻ ട്രിപ്പ് ഞങ്ങൾ എടുക്കാൻ ആഗ്രഹിച്ചിരിക്കുന്നത്. അപ്പം ഞങ്ങൾക്ക് പോകേണ്ട ആ റൂട്ടിൻ്റെ ഏകദേശം ഞങ്ങൾ പ്ലാൻ ചെയ്ത് ഇന്ത്യയിലെ ഒരു റൂട്ട് വെച്ചിട്ട് ഞങ്ങൾ ഏകദേശം ഇന്ത്യയുടെ ഒരു സ്ട്രക്ചർ പോലെ ചുമ്മാ ഒന്ന് ചെയ്തിരിക്കുന്നതേ ഉള്ളൂ. അല്ലാതെ കറക്റ്റ് ഇത് ഇന്ത്യയുടെ മാപ്പായിട്ട് ഇത് ഇങ്ങനെയല്ല ഇന്ത്യയുടെ മാപ്പ് ഇരിക്കുന്നത്, ബാക്കിയൊക്കെ മുറിഞ്ഞു പോയി, ബാക്കി ഇല്ല, അങ്ങനെയൊന്നും പറയില്ല കേട്ടോ. ഇന്ത്യയിൽ ഞങ്ങൾ പോകാൻ വെച്ചിരിക്കുന്ന ആ റൂട്ടിൻ്റെ ഏകദേശം ഒരു റൂട്ട് ഞങ്ങളിങ്ങനെ ഒന്ന് ഇതാക്കി വെച്ചിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ അത് തന്നെയാണ് അപ്പുറത്തും ചെയ്തിരിക്കുന്നത്. പിന്നെ അതാണ് ഇവിടെ ഇത് ഒട്ടിച്ചിരിക്കുന്നുണ്ട്, മറ്റേ ഈ സ്റ്റാർസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഗ്രാഫിക്സ്, ഇവിടെ അവർ പറഞ്ഞായിരുന്നു ഇവിടെ ഫുള്ള് ഗ്രാഫിക്സ് അടിച്ച് തരട്ടെ, ചെയ്യട്ടെ എന്നൊക്കെ. കാരണം ഞങ്ങൾ നോക്കുമ്പോൾ മിക്ക എല്ലാ വണ്ടിക്കും ഇവിടെ തന്നെ സെയിം ഗ്രാഫിക്സ് കാര്യങ്ങളെല്ലാം ഇവിടെ തന്നെ ഉണ്ട്. പിന്നെ സ്റ്റിക്കർ വർക്ക് കൊള്ളത്തില്ല എന്ന് പറയുന്നത്. ഞാൻ അത് പ്രത്യേകിച്ച് സ്റ്റിക്കർ വർക്കായിട്ടൊന്നും ഞങ്ങൾ ചെയ്തിട്ടില്ല, ഗ്രാഫിക്സ് ഒന്നും ഞങ്ങൾ ചെയ്തിട്ടില്ല. ഞങ്ങൾ ആകെ അതിനകത്ത് ആ നെയിം മാത്രമേ ചെയ്തിട്ടുള്ളൂ. പിന്നെ ഈ നെയിമും എല്ലാം കൂടെ ഈ കളറിൽ, ഈ ഡ്യുവൽ ടോൺ ഈ കളറിൽ നെയിം ചെയ്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്കത് ഇഷ്ടപ്പെട്ടു. കാരണം ഞങ്ങൾക്കത് നേരത്തെ ആ സാധനം ചെയ്യണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. അതിനി മങ്ങട്ടെ, അത് മങ്ങി പോകുമ്പോഴത്തേക്ക് അടുത്ത് വേറെ കളർ പിടിക്കാം. സീനില്ലെന്നാണ് പറയുന്നത്. പിന്നെ ഇതും കുറച്ച് കഴിയുമ്പോൾ നമുക്ക് മാറ്റാം. എന്നും കൊന്നും ഈ കളർ പിടിച്ചുകൊണ്ടിരിക്കുന്നില്ല. ഇതും മാറ്റി നമ്മളിവിടെ എന്തെങ്കിലും ഒരു നിയോൺ ലൈറ്റോ അല്ലെങ്കിൽ സ്ട്രിപ്പോ എല്ലാം നൈസായിട്ട് കൊടുക്കാം. അപ്പോഴത്തേക്ക് ഈ സ്ട്രൈപ്സൊക്കെ ഇതൊക്കെ മാറ്റിയേക്കാം, കുഴപ്പമില്ല. പിന്നെന്താ, എല്ലാം മാറ്റും. ഇത് തന്നെ വെച്ചുകൊണ്ടിരിക്കത്തില്ല. പിന്നെ നിൽക്കുന്നതുകൊണ്ട് അകത്ത് സീറ്റ് കവറ് സെറ്റ് ചെയ്യുന്നത് മറ്റേ റെഡ് കളറിലെ മറ്റേ കവർ ഇട്ടിട്ടില്ലായിരുന്നു, അതുകൊണ്ട് സീറ്റ് കവർ ഇടും. സഹായിക്കണോ ചേട്ടാ? പിന്നെന്താ,
സൈക്കിളിരിക്കുന്നു. അപ്പോൾ നമുക്കിനി അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോ എടുത്ത് ഓടുക, അത് മാത്രമേ ഉള്ളൂ. അപ്പം ഇപ്പം നോമ്പായതുകൊണ്ടാണ് ഇപ്പം ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്. ഇനിയിപ്പം 2 ദിവസമൊക്കെ കഴിഞ്ഞിട്ട് അടുത്ത ആഴ്ച ഈ 2 ദിവസമൊക്കെ കഴിഞ്ഞിട്ട് പതുക്കെ ഓടാം എന്നുള്ള ഒരു പ്ലാനിങ് ആണ്. അതിപ്പോൾ നോമ്പായതുകൊണ്ട് കേട്ടോ. അപ്പോൾ ഈ നോമ്പ് കഴിഞ്ഞിട്ട് പക്കായിട്ട് കൺഫേമായിട്ട് ഓടിത്തുടങ്ങും. ഇപ്പം അതിന് മുന്നേ ഓട്ടം പിടിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം ഒന്ന് ക്ലിയർ ആക്കി റെഡി ആക്കിയിട്ട് വീട്ടിലും കൂടെ എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് ക്ലിയർ ആക്കിയിട്ട് ഇറങ്ങാം. അപ്പോൾ ഞാൻ കോട്ടമൊക്കെ വന്ന് കിടപ്പുണ്ട് ഓൾറെഡി. ഇവിടുന്നോ മഹാരാഷ്ട്രയിൽ നിന്നും പൂനെയിൽ നിന്നൊക്കെ ഞങ്ങൾക്ക് ഓട്ടം വന്ന് കിടപ്പുണ്ട് ഓൾറെഡി. പിന്നെ മൈസൂരിൽ നിന്ന് ഓട്ടം വന്നിട്ടുണ്ട്. പിന്നെ എവിടെ തൂത്തുക്കുടി. തൂത്തുക്കുടിയൊക്കെ നമ്മുടെ ഏരിയ. അവിടെയൊക്കെ ഓട്ടം അവർ കടന്ന് വിളിച്ചുകൊണ്ടിരിക്കുക, വാ എന്നൊക്കെ പറഞ്ഞ് വിളിച്ചുകൊണ്ടിരിക്കുക. അപ്പം ഇപ്പം നോമ്പായതുകൊണ്ടാണ് ഇങ്ങനെ ഓരോ ദിവസം കഴിഞ്ഞിട്ട് നാളെ എടുക്കാം പോകുമെന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്. അത് മാത്രമല്ല, ഞങ്ങൾക്ക് റോപ്പ് മേടിക്കണം. അപ്പം റോപ്പൊക്കെ ഇനി മേടിച്ചില്ല. കാരണം ഇനി റോപ്പ് വേണം. അങ്ങനെയുള്ള അലിക്കുലത്ത് അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ മേടിക്കണം. ഇപ്പോൾ സ്റ്റൗവ്, ഗ്യാസ് പഴയതൊക്കെ നേരത്തെ ഇരിപ്പുണ്ടായിരുന്നു, അതൊക്കെ പോയി. അപ്പോൾ ഇനി അങ്ങനത്തെ ഉള്ള ഐറ്റംസൊക്കെ നമുക്ക് യാത്രയ്ക്ക് വേണ്ട സാധനങ്ങളും ഇനിയുള്ള സാമഗ്രികളും മറ്റേ ഈ വണ്ടിയുടെ ഈ ടൂൾസും കാര്യങ്ങളും പിന്നെ കിച്ചൻ്റെ ഐറ്റംസും കാര്യങ്ങളും, പാത്രം, പിന്നെ അതിൻ്റെ വേണ്ട കറിയുടെ സാധനങ്ങളും അതൊക്കെ വേണമല്ലോ. അതൊക്കെയുള്ള പരിപാടികളൊക്കെ ഇനി മേടിക്കണം. അപ്പം അതുകൊണ്ടൊക്കെയാണ് ഇനിയിപ്പം അതെല്ലാം സെറ്റ് ചെയ്തിട്ട് റെഡിയാക്കി കയറൊക്കെ മേടിച്ച് എല്ലാം ക്ലിയർ ചെയ്തിട്ടേ ഇനി ഇറങ്ങാൻ പറ്റത്തുള്ളത്. ഇപ്പോൾ എടുത്തിയാടി നമ്മൾ വണ്ടി റെഡിയായെന്ന് പറഞ്ഞ് ഇപ്പോൾ ഇറങ്ങാൻ പറ്റത്തില്ലല്ലോ. ഇറങ്ങി കഴിഞ്ഞ് പിന്നെ ഓരോ വള്ളിയാവണ്ട. അതുകൊണ്ട് മഴ പെയ്യുന്നു. മഴ ഫുള്ള് മഴയാണ്. അപ്പം അതെല്ലാം റോപ്പും കാര്യങ്ങളെല്ലാം മേടിച്ച് സെറ്റ് ചെയ്ത് കിച്ചൻ്റെ ഗ്യാസ്, അടുപ്പ്, കുറ്റി കാര്യങ്ങൾ, അതിൻ്റെ കറികളും പാത്രങ്ങളും എല്ലാം മേടിച്ച് സെറ്റ് ചെയ്ത് എല്ലാം റെഡിയാക്കിയിട്ട് മഴ എല്ലാം സെറ്റ് ചെയ്തിട്ട് ഇറങ്ങാം. അപ്പോൾ ഇപ്പം ഞാൻ ഈ വീഡിയോ എടുത്തത് നമ്മൾ പകൽ വണ്ടി ഇതുവരെയും കാണിച്ചില്ല. അപ്പോൾ പകലൊന്നും എല്ലാവരും ഒന്ന് കാണിക്കാൻ വേണ്ടി, പകലൊന്ന് കാണാൻ വേണ്ടിയാണ് ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത്. ഇപ്പോൾ രാത്രി കണ്ടതുപോലെ ആവത്തില്ലല്ലോ. നമുക്ക് ഇതിനാണ് സീറ്റ് കവറൊക്കെ ഇട്ട്, നമ്മുടെ പഴയ സീറ്റ് കവറാ ഇതിപ്പോൾ എടുത്തിട്ട്. ഇപ്പം എങ്ങനെയുണ്ട്, സെറ്റായില്ലേ? ഏതാ ഇതിപ്പോൾ നമ്മൾ നേരത്തെ ഇതിന് ഇവിടെ ഇല്ലായിരുന്നു. എന്തില്ലെന്ന് അതന്നെ, അതില്ലായിരുന്നു. അത് എടാ ഇത് വെക്കണമല്ലോടാ, ട്രയാങ്കിള്. റിന്നിനെ വിളിച്ചിട്ട് ചെയ്യിപ്പിക്കാൻ വയ്യ. വണ്ടി കൊണ്ടാണ് പോയിരിക്കുന്നത്. ഇതോ എന്തോ പറ്റി? ടൈറ്റ് ആണോ ലൂസ് ആണോ? എന്തോ ടൈറ്റ് ആണോ? ടൈറ്റാ. അപ്പോൾ ഇത് ഇപ്പുറത്തെ ഏതെങ്കിലും ആയിരിക്കും. അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പം ഇതാണ് ഇതിൻ്റെ അകം. ഇത് കണ്ടോ, SC. ഇത് നല്ലൊരു ഓപ്ഷനാണ്. വണ്ടി ഇത് കയറ്റണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് അങ്ങോട്ട് സാധനം കയറ്റി ഇങ്ങോട്ട് കയറ്റിയാൽ മതി. ഇത് നല്ലൊരു ഓപ്ഷനാണ് ഇവർ ചെയ്തിരിക്കുന്നത്. മറ്റേ മിക്കയിടത്തും ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ തടി ഇങ്ങനെ ക്രോസ് വെച്ച് അങ്ങനെ കുത്തിക്കയറ്റുമല്ലോ ചെയ്യുന്നത്. പക്ഷേ ഇത് കണ്ടോ, ഇതാകുമ്പോൾ നേരെ വണ്ടി ഇങ്ങോട്ട് ബാക്കിലോട്ട് അടുപ്പിച്ചിടുക, എന്നിട്ട് വണ്ടി ഇവിടുന്ന് സാധനം അങ്ങോട്ട് അടുക്കി കയറ്റുക. ഇത് നല്ലൊരു ഐഡിയ, കൊള്ളായത്.